ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. പ്രിയ ശ്രോതാക്കളെ, ഇടുക്കി മരിയാപുരത്തെ കർഷകനായ ശ്രീ ഷാജി ജേക്കബ് അദ്ദേഹത്തിൻ്റെ സമ്മിശ്ര കൃഷിയിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ. അദ്ദേഹവുമായി സംസാരിക്കുന്നത് അർജുൻ ദാസ്. കിസാൻ വാണി എത്തി നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ മരിയാപുരം ഗ്രാമപഞ്ചായത്തിലെ ഷാജി ജേക്കബ് എരപ്പൊഴിക്കര എന്ന സമ്മിശ്ര ജൈവ കർഷകൻ്റെ സമീപത്താണ്. അദ്ദേഹത്തിന് കുരുമുളക്, ജാതി, കാപ്പി, കൊക്കോ, തെങ്ങ്, വാഴ, പച്ചക്കറി ഇങ്ങനെ ഒട്ടനവധി ഇനം കൃഷികൾ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കാർഷിക അനുഭവങ്ങളും കൃഷിരീതിയുമൊക്കെ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം ഷാജി ചേട്ടാ. നമസ്കാരം. ഏതൊക്കെ ഇനം കൃഷികളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വിശദമാക്കാം. അത് കൂടുതൽ എനിക്ക് കുരുമുളകാണ്, പിന്നെ ജാതി, കൊക്കോയ, കാപ്പി, തെങ്ങ്, വാഴ എന്ന് പറഞ്ഞാൽ ഏത്തവാഴയുണ്ട്, ഞാലിപ്പൂവന്, റോസ്റ്റ, പിന്നെ ഉള്ളത് മലയിഞ്ചി ചെയ്യുന്നുണ്ട്, പിന്നെ ഇഞ്ചി, മഞ്ഞൾ, ചേന, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം എല്ലാ ഇനം കൃഷികളും നമ്മുടെ കൃഷിത്തോട്ടത്തിലുണ്ട്. അത്യാവശ്യം. എത്ര ഏക്കർ മൊത്തം സ്ഥലത്ത് കൃഷി? നമുക്ക് 4 ഏക്കറാണ് ഇതിൻ്റെ മൊത്തമുള്ളത്. 4 ഏക്കറിലാണ് കൃഷി ചെയ്യുന്നത്. എത്ര വർഷമായി കൃഷി ഇത്രയും വലിയ രീതിയിൽ ഒരു കൃഷി തുടങ്ങിയിട്ട്? 10 വർഷത്തോളമായി ജൈവ കൃഷിയിലോട്ട് മാറിയിട്ട്. അതിന് മുമ്പ് രാസവളമായിരുന്നു. ജനിച്ച് വളർന്നതൊക്കെ ഇവിടെ തന്നെയാണ്. വിദ്യാഭ്യാസവും എനിക്ക് ഡിഗ്രി ഉണ്ട്. ഡിഗ്രി ഏത് സബ്ജക്റ്റിലായിരുന്നു? എക്കണോമിക്സ്. അത് കഴിഞ്ഞ് കമ്പ്യൂട്ടർ 3 വർഷം പഠിച്ചിരുന്നു. അത് വേണ്ടെന്ന് വെച്ചിട്ടാണ് കൃഷിയിലോട്ട് ഇറങ്ങിയത്. അന്ന് ലാഭമായിരുന്നു. ഡിഗ്രി എവിടെ പഠിച്ചത്? ഡിഗ്രി അന്തമാലിയില്ല. അന്തമാലി ഒരു പ്രൈവറ്റ് കോളേജിലാണ് പഠിച്ചത്. കമ്പ്യൂട്ടർ പാല, ബിഷപ്പ് വയലിൽ. അതിനുശേഷം മറ്റൊരു ജോലിയിലേക്ക് പോയിരുന്നോ? അതോ? ഇല്ല, ഞാൻ കുറച്ച് നാൾ കമ്പ്യൂട്ടറിൻ്റെ ആയിട്ട് പോയിരുന്നു. അത് കഴിഞ്ഞിട്ട് കൃഷിയിലോട്ട്. ചെറുപ്പം മുതൽ കൃഷിക്കാര്യം പാരമ്പര്യമായിട്ട് ചാച്ചനും വല്യപ്പനും ആയിരുന്നു. അപ്പൊ അന്ന് അവർ ചെയ്തുകൊണ്ടിരുന്ന കൃഷി കുരുമുളകായിരുന്നു മെയിനായിട്ട്. ഷാജിയുടെ ഇതിലേക്ക് വന്നതിന് ശേഷമാണ് ബാക്കിയെല്ലാം തന്നെ. കൊക്കോയും ഉണ്ടായിരുന്നു. കൊക്കോയും കുരുമുളകും ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പയ്യെ ബാക്കിയെല്ലാം തന്നെ ചെയ്യാനായിട്ട് പറഞ്ഞത്. എല്ലാത്തരം കൃഷിയും ചെയ്യുമ്പോൾ ഉള്ളൊരു ഗുണം എന്താ തോന്നിയിരിക്കുന്നത്? സമ്മിശ്രം എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിന് വില കുറഞ്ഞാലും ഒരെണ്ണത്തിന് നമുക്ക് വില കിട്ടും. പൊടി തന്നെയാണെങ്കിലും ഇവിടെ മൊത്തം ട്രേഡ് വന്ന് പോയതാണ് ഒരു പ്രാവശ്യം. ഇതിപ്പോൾ അങ്ങനെ വരികയല്ല, നമുക്ക് ഒന്നല്ലേ പൈസ കിട്ടും. ഈ ദ്രുതപാട്ടം പോലെയൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായിരുന്നു. ഇപ്പോഴും ഇടയ്ക്കൂടെ ഉണ്ട്, എന്നാലും വലിയ അധികം ഒന്നുമില്ല. 1-2 എണ്ണത്തിന് ഈ പോലെ ഒരു 15 എണ്ണം പോയി. അത്രയും പോയിട്ടുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്നത് കുരുമുളക് കൃഷിയാണ്. കുരുമുളകും ജാതിയും കുരുമുളക്. ഇടുക്കി ജില്ലയിലെ ഒരു പ്രത്യേകതയാണ്, അത്യാവശ്യം എല്ലാ കർഷകർക്കും ഏലകൃഷിയുണ്ട്. ചേട്ടൻ ഇപ്പോൾ ഏലകൃഷി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഏലത്തിന് കൃത്യം 30 ദിവസം കൂടുമ്പോൾ മരുന്നടിക്കണം. അതുപോലെയുള്ള പണികളെല്ലാം ചെയ്യണം. രാസവളവും കീടനാശിനികളും പിന്നെ അതിനുവേണ്ടി ചിലവാകുന്ന പൈസ എല്ലാം നോക്കിയിട്ട് നമുക്കിതാണ് മെച്ചമായിട്ട് തോന്നുന്നത്. കുരുമുളക് നമ്മൾ ഏതൊക്കെ ഇനമാണ് ചെയ്യുന്നത്? കൂടുതൽ എനിക്കിപ്പോൾ പന്നീർവണ്ണാണ്, പിന്നെ കരിമുണ്ടിയുണ്ട്, നീലമുണ്ടിയുണ്ട്. കുരുമുളകിന് താങ്ങാനായിട്ട് മുരിക്കും, പിന്നെ കുറച്ച് പ്ലാവുണ്ട്. ഈ മുരിക്കിന് എന്തോ ഒരു കേട് വന്ന് പോകുന്ന പ്രശ്നം ഇവിടെ ഉണ്ട്. വളരെ ചുരുക്കമുള്ളൂ. അവിടെ നമ്മൾ കാല് മാറിയിടുന്നു. മുരിക്ക് തന്നെ കാല് മാറിയിട്ട് ചീമമുരിക്ക് ഉപയോഗിക്കാറുണ്ടോ? ഇല്ല, മുള്ളുമുരിക്കാണ്. ചീമമുരിക്കിന് കേട് കൂടുതലാണ്. പിന്നെ നമുക്ക് ഒരു വർഷം വെട്ടാനോ പറ്റുമോ, എന്തെങ്കിലും ഒന്നും പറ്റിയില്ലെങ്കിൽ തൊഴിലാളികളുടെ സഹായം ആവശ്യം വരാറുണ്ട്. ഉണ്ട്. എനിക്ക് സ്ഥിരമായിട്ട് 2 മലയാളികളും പിന്നെ ഒരു അത്യാവശ്യം വരുമ്പോൾ ഭായിമാരെ വിളിക്കുന്നുണ്ട്. അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് നമ്മുടെ ഒരു കൃഷി രീതിയൊക്കെ അവർക്ക് മനസ്സിലായി വന്നിട്ടുണ്ടോ? ഉണ്ട്, കുഴപ്പമില്ലാണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ട്, പുള്ളിയുടെ അവിടെ സ്ഥിരമായിട്ട് ഒരു 6 വർഷമായിട്ട് ഇരിക്കുന്നതാണ്. അവർക്ക് പണിയില്ലാത്തപ്പോൾ നമ്മൾ വിളിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ കൊക്കോയും ജാതിയും കുരുമുളകൊക്കെ ഇടവിളയായിട്ടാണ് ചെയ്യുന്നത്. അതെ. നമ്മളിത് ചെയ്യുമ്പോൾ ഇത് തമ്മിലൊരു അകലം, ജാതിക്ക് ഞാനൊരു 40 അടി അകലം ഇട്ടിട്ടാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുരുമുളക്
കൊടി കുരുമുളക് ചെയ്തിരുന്നത് 8 അടി അകലത്തിലാണ്. ജാതിയുടെ ചുറ്റും വരുമ്പോൾ ഒരു 10 അടി ഇട്ടിട്ട് 10 അടി 15 അടി ഇട്ടിട്ടാണ് ജാതി മാറിയാണ് കൊടി ഇടുന്നത്. കൊക്കോ എത്ര അകലം ഇട്ടിട്ടാണ് വെക്കുന്നത്? കൊക്കോ ഒരു 15 അടി ആയിരുന്നു അകലത്തിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പം ആ അകലം നമുക്ക് മതിയാവോ? പോരാ, വേണം. നമുക്കന്ന് അറിയത്തില്ലായിരുന്നു. ഒരു 15-20 വർഷം പഴക്കമുള്ളതാണ് റോട്ടോ നിൽക്കുന്നത്. തെങ്ങ് കൃഷി തുടങ്ങിയിട്ട് എത്ര നാളായിട്ട്? തെങ്ങ് പുതിയത് ഞാൻ വെച്ചിരിക്കുന്നത് ഒരു 4 വർഷമായിട്ടുള്ളൂ. അത് തെങ്ങ് ഇപ്പോൾ വിളവായി വരാനായിട്ട് എത്ര വർഷം എടുക്കും? അത് ആദ്യം ഞങ്ങൾ 3-ാം വർഷം കായ്ക്കുമെന്നും പറഞ്ഞ് വെച്ചതാണ്. അതിപ്പം ചിലത് ചൊട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിന് മുമ്പുള്ള തെങ്ങ് അതൊക്കെ വലിയതാണ്, ചാച്ചം വെച്ചതാണ്. നമുക്ക് ആവശ്യമുള്ള തേങ്ങ നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ കിട്ടുന്നുണ്ട്. എണ്ണയൊക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. എണ്ണയുണ്ട്, നമ്മൾ കുറച്ച് പുറത്ത് വിൽക്കുന്നുണ്ട്. നമുക്ക് ജലസേചനത്തിന് സ്വന്തമായിട്ടുള്ള കുളമുണ്ട്. അതിനകത്ത് മീൻ വളർത്തുന്ന സിലോപ്പിയ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ആവശ്യമുള്ള മാത്രമേ ഉള്ളൂ? അത് നമുക്ക് ആവശ്യത്തിന് മാത്രമേ ഉള്ളൂ. മീനുള്ള തീറ്റയൊക്കെ നമ്മൾ പ്രത്യേകിച്ച് കൊടുക്കേണ്ടി വരും. നമ്മളെ കപ്പളത്തിന് കണ്ട് അങ്ങനെയൊക്കെയുള്ള മീൻ തീറ്റ മേടിച്ച് കൊടുക്കുന്നില്ല. അല്ലാണ്ട് നമ്മുടെ വീട്ടിൽ വേസ്റ്റ് വരുന്നതും അങ്ങനെയുള്ളതാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് വിപുലമായിട്ട് ചെയ്യാനുള്ളൊരു സൗകര്യം ഉണ്ടോ? ഇല്ല, ചെറിയ കുളമാണ്. പുതിയതായിട്ടൊരു കുരുമുളക് കൃഷി ചെയ്യാൻ തുടങ്ങുന്ന ഒരു കർഷകന് അതെങ്ങനെയാണ് തുടങ്ങേണ്ടത്, അതിൻ്റെ പരിപാലനം എങ്ങനെയാണെന്ന് വെച്ചാൽ? ഇപ്പോഴത്തെ കൃഷി ഓഫീസർ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വാം എന്നും പറഞ്ഞൊരു സാധനം പരിചയപ്പെടുത്തി തന്നായിരുന്നു. അത് ഇട്ടാന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ 2 വർഷമായത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കേട് കുറവുണ്ട്, കൊടിക്ക് വളർച്ചയുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ അല്ലത്തിൽ നടന്നു. ആദ്യം പറമ്പ് നല്ലപോലെ തെളിച്ചിട്ട് ഒരു 1.5 അടി കുഴി കുത്തി അതിൻ്റെ അകത്ത് ചാണകപ്പൊടി ഇട്ട് മുരിനാല് നടന്നു. അത് കഴിഞ്ഞിട്ട് ജൂൺ ജൂലൈ മാസം ആകുമ്പോഴേനും കൂടെ തൈ മേടിച്ചിട്ട് ഈ വാമും ചാണകപ്പൊടിയും ഇട്ട് മിക്സ് ചെയ്ത് നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ ചെറിയൊരു ഗ്യാപ്പ് ഇപ്പോൾ നട്ട് കഴിഞ്ഞിട്ട് വേണം, അതായത് മുരിക്കങ്ങാലിട്ട് ഒരു ഗ്യാപ്പ് ഒരു കിളുത്ത് ഒരു 2 മാസം 3 മാസം കഴിയുമ്പോഴാണ് പിന്നെ കുരുമുളകിൻ്റെ വള്ളികൾ നമ്മൾ മേടിക്കുകയാണോ അതോ നമ്മുടെ പറമ്പിൽ നിന്ന് എടുക്കാനായിട്ട്? ആദ്യം നമ്മൾ പറമ്പിൽ നിന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് നിർത്തിയിരിക്കുന്ന മരത്തിൻ്റെ എടുത്ത് നടുന്നു. അത് കഴിഞ്ഞിട്ട് വരുന്നത് മേടിക്കുന്നു. പിന്നെ ഇടയ്ക്ക് നമ്മൾ ഇപ്പോൾ ഇതിനകത്ത് പാട് വരുന്നത് മേടിച്ച് നടും, ഒരു വളർച്ച ഒപ്പം എത്താനായിട്ട് നട്ട് കഴിഞ്ഞിട്ട്. പിന്നെ നമ്മൾ നട്ടൊരു 2 മാസത്തേക്ക് നമ്മൾ ഹാർഡ് ചുവട്ടിൽ വലിയ പള്ളകൾ ഇട്ടാതെ നോക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിണ്ണാക്കും ചാണകവെള്ളം കൊണ്ട് പുളിപ്പിച്ച് ഒഴിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 2-3 ട്രിപ്പ് ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചാണകപ്പൊടി ഇട്ട് കുത്തിമൂടി നിർത്തും. പിന്നെ വേനലാകുമ്പം ചെത്തിക്കൂട്ടി ആ സമയത്ത് നനച്ചു കൊടുക്കും. അങ്ങനെ എന്തെങ്കിലും നനച്ചിലില്ല, പൊടിക്ക് നനച്ചാൽ കേട് കൂടുതലാണെന്നാണ് പഴമക്കാർ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ നനച്ച് ചെയ്തിട്ടില്ല. പൊതിഞ്ഞ് കെട്ടി നിർത്തും. ഒരു ജനുവരി മാസം കഴിയുമ്പോൾ നല്ലപോലെ ഇപ്പം പേപ്പർ ഉപയോഗിച്ചാണ് പൊതിഞ്ഞ് കെട്ടുന്നത്. പിന്നെ പൊതയിട്ട് കൊടുക്കാറുണ്ട്. പൊതയിട്ട് ചെത്തിക്കൂട്ടും. ഡിസംബർ മാസത്തിൽ അവസാനത്തോടുകൂടി ചവിട്ടിക്കൂട്ടും. പിന്നെ ഇത് വളർന്നു വരുന്നതിനനുസരിച്ച് നമ്മൾ കെട്ടിക്കൊടുക്കും. അതൊരു എങ്ങനെയായാലും മാസത്തിലൊന്ന് വെച്ച് കെട്ടണം. മുരിക്കിൻ്റെ തളുപ്പും പൊന്തി ദ്രുതവാട്ടം മാറാനായിട്ട് നമുക്ക് ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ ഇപ്പം കൃഷി ഓഫീസർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മെയ് മാസം അവസാനത്തിൽ COC ചോട്ടി കലക്കി ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് ചാണകപ്പൊടി ഇടുമ്പോൾ ട്രൈക്കോട്ടർമ ഉപയോഗിക്കുക. അത് 2 എണ്ണം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മഴയായിട്ട് ആയി കഴിയുമ്പോൾ തുരിശടിച്ച് കൊടുക്കുക. പിന്നെ അതൊരു 2 പ്രാവശ്യം COC കൊടുക്കണം. ഒന്ന് തുരിച്ചും. ഞാനിപ്പം കുടിക്ക് 3 പ്രാവശ്യം തുരിശടിച്ചു ഈ വർഷം. അതിൻ്റെതായിട്ടൊരു മാറ്റം ഉണ്ട്. കൊടികൃഷിയിൽ നമുക്ക് ഇതിൻ്റെ പരാഗണം നടക്കുന്നത് ഈ മഴ പെയ്യുമ്പോൾ മഴയത്താണ്. അപ്പോൾ ഈ കാലാവസ്ഥ നമുക്കൊരു പ്രശ്നമായിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇത്തവണ മഴ കുറവാണെന്ന് തോന്നുന്നു. മഴ കുറവായിരുന്നു, പെയ്തില്ല, ഇടയ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പം കുരുമുളക് വളർച്ച പോലും എത്തിയിട്ടില്ല. കാരണം നമുക്ക് അത്യാവശ്യം ഇപ്പം വിളവെടുക്കേണ്ട സമയമായിട്ടുണ്ട്. അപ്പം വലിപ്പക്കുറവുണ്ട്, മണിക്കെല്ലാം വലിപ്പക്കുറവുണ്ട്, ചീരാണ് കൂടുതലും. ഈ കാലാവസ്ഥയുടെ ഒരു പ്രശ്നം നമുക്ക് ഈ കുരുമുളക് കൃഷിനെ ഈ വർഷം സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കാപ്പി കൃഷിയുണ്ട്. കാപ്പി നമ്മൾ ഏതിനാണ് ചെയ്യുന്നത്? C/6 C/6 മാത്രമാണ് കൂടുതൽ. അതിന് അത്യുൽപാദന ശേഷിയുള്ള നമ്മൾ കോപ്പി ബോർഡിന് അവർ തന്നിരിക്കുന്നതാണ്. അതിപ്പോൾ എത്ര വർഷമായി നട്ടിട്ട്? അതിപ്പം ആദ്യത്തെ നട്ടിട്ട് ഒരു ഏക്കറിനകത്ത് 2 ഏക്കറിനകത്ത് നട്ടിട്ട് ഒരു 5 വർഷമായി. രണ്ടാമത്തേത് ഇപ്പം നട്ടിരിക്കുന്നത്, ഈ വർഷം നട്ടത്. നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഒരു വിളവെടുക്കാനായിട്ട് എത്ര വർഷം? 3 വർഷം. 3 വർഷം വിളവെടുക്കാനായിട്ട്. ഒരുവിധം അതിൻ്റെ 2-ാം വർഷം പൂവിടും. അന്നേരം ഒരു പേരിന് മാത്രമേ കിട്ടുള്ളൂ. ഈ പൂവിടുമ്പോഴും
മഴ കാലാവസ്ഥ അത്യാവശ്യം. ശരിയായില്ലെങ്കിൽ ഇല്ലെങ്കിൽ അത് പ്രാവ് കുറവാണ്. പ്രശ്നമാണ് ആ, അല്ലേ? ഈ മഴ വർഷം കൂടിയാലും കുഴപ്പമാണ്, മഴ കുറഞ്ഞാലും കുറഞ്ഞാലും പ്രശ്നമാണ്. അപ്പോൾ ഉണ്ട്. ഈ വർഷം പ്രാവ് കുറവാണ്. കുറവാണ്. ഈ മഴയുടെ പ്രശ്നം കാലാവസ്ഥ നമുക്ക് മൊത്തത്തിലുണ്ടായിരുന്നു. അതെ, അതിന്റെ ഒരു പ്രശ്നം. എല്ലാത്തിനും കാപ്പിക്ക് നമ്മൾ വളം എന്തെങ്കിലും ചെയ്യാറുണ്ടോ? വളം കോഴിവളം മേടിച്ചിടും. കോഴിവളം ഇടും. ഒരു തവണ ഇടാറുള്ളത്? അതൊരു മഴ പെയ്യുന്നതിന് മുമ്പ്, മഴ പെയ്യുന്നതിന് ഒരു മെയ് മാസത്തില്. കോഴിവളം നമുക്ക് ഇവിടെ കിട്ടാനായിട്ടുണ്ടോ? തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതാണ്. പിന്നെ നമുക്ക് കന്നുകാലി കൃഷി ഉണ്ടല്ലോ. ഉണ്ട്, കന്നേലിയുണ്ട്. കന്നുകാലി പശുവാണ്. പശു എത്ര എണ്ണം ഉണ്ട്? 3 ഉണ്ട്. കറവയാണ്, 3 കറവയാണ്. അതെല്ലേ. നമുക്കത് പാല് കുറച്ച് ഇവിടെ അതിലോട്ട് വീടുകളിൽ കൊടുക്കുന്നു, ബാക്കി മിൽമേൽ അളക്കണം. മിൽമേൽ കൊടുക്കും. പശു കൃഷി ഇപ്പം എങ്ങനെയാണ്? നമുക്ക് ലാഭകരമായിട്ടുള്ള ഒരു കൃഷിയാണെന്ന് പറയാൻ പറ്റും. നമ്മളിപ്പോൾ ഇത് പറമ്പിലൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ നഷ്ടമൊന്നും പറയത്തില്ല. നമുക്ക് അത്യാവശ്യമുള്ള ചാണകമൊക്കെ കിട്ടുകയും ചെയ്യും. അതിൻ്റെ ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട്. അത് ഇതിൽ ഉപയോഗിക്കാം. കാരണം ഇതിൻ്റെ വർഷത്തിൽ ഇപ്പോൾ ഒരു കുറ്റിയനാനും ഗ്യാസ് കുറ്റി എടുക്കേണ്ടി വരും. ബയോഗ്യാസ് ഇതിലുണ്ട്. കിട്ടുന്നുണ്ട്. പശുവിനുള്ള തീറ്റപ്പുല്ല് നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. സീൻഡുവാറുണ്ട്, സൂപ്പർ നേപ്പിയർ ഉണ്ട്, റെഡ് സൂപ്പർ നേപ്പിയർ എന്ന് പറഞ്ഞൊരു ഇനം പുതിയത് വന്നിട്ടുണ്ട്. നമ്മൾ മറ്റ് സമീകൃത ആഹാരങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കാറുണ്ട്. ഓട്ടോ കൊടുക്കുന്നുണ്ട്. ഓക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ട് അല്ലേ? പാലിന് ഇപ്പോൾ നമുക്ക് വില എങ്ങനെ വെച്ച് കിട്ടുന്നുണ്ട്? കുഴപ്പമില്ല. വീടുകളിൽ കൊടുക്കുന്നത് 50 രൂപയ്ക്ക് കൊടുക്കുന്നു. ബാക്കി മിൽമേലൊരു 45 രൂപ ആവറേജ് കിട്ടുന്നുണ്ട്. നമുക്ക് ഈ ബാക്കി കൃഷിയെല്ലാം കൂടെ ഉള്ളത് കൊണ്ട് അത് നഷ്ടമില്ല. പോകാനായിട്ട് പറ്റും. നമ്മൾ അതിനായിട്ട് സമയം മാറ്റി വെക്കില്ല. ഇത് നമുക്ക് ബാക്കി കാര്യങ്ങൾ നമുക്ക് കൃഷിയിൽ ഉപയോഗിക്കാനും കൂടെ പറ്റുന്നത്. രാവിലെ 1 മണിക്ക് നേരത്തെ പശുവിൻ്റെ പണി കഴിഞ്ഞാൽ രാവിലെ ഒരു 5 മണിയാകുമ്പോൾ എണീക്കും. പശുവിൻ്റെ പണി 6-6:30 പണി തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുല്ലിയെത്താൻ ഈ ടാപ്പ് പിടിക്കാം, ഇറക്കി വരുമ്പോൾ പറമ്പിൽ എത്തിക്കൊണ്ട് വരും. ബാക്കിയുള്ള പണിയുടെ ഇടയ്ക്ക് നമ്മളിത് മേറ്റ് ഇപ്പോൾ രാവിലെ 5 മണിയാകുമ്പോൾ എണീക്കും എന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറമ്പിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ തിരിച്ച് കയറുമ്പോൾ എത്ര മണിയാവും? പശുവിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് കയറുമ്പോൾ രാത്രി 7 മണി വരെ. എത്ര സമയമാവും? 5 തൊട്ട് 7 വരെ പറമ്പിൽ തന്നെയാണ്. പശുവിൻ്റെ പണി അല്ലാണ്ട് നോക്കി പശുവിൻ്റെയും പന്നിയുടെ കോഴിയുടെ. പന്നി കൃഷി എങ്ങനെ പോകുന്നു? പന്നിയും കുഴപ്പമില്ലാതെ. എത്ര പന്നിയുണ്ട്? 5 വരെ ഉണ്ടായിരുന്നു. അതല്ലേ. അതിൻ്റെ ഒരു വിപണി എങ്ങനെയാണ്? കുഴപ്പമില്ല, ഇവിടെ ഉണ്ട് നമുക്ക്. പന്നിയില്ലാത്ത കുഴപ്പമുള്ളൂ. നമുക്ക് അത്യാവശ്യം ആളുകൾ വാങ്ങാനായിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. കുഴപ്പമില്ലാണ്ട് പോകും. അപ്പൊ അതിനുള്ള ഒരു അതിന്റെ ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കോഴി വേസ്റ്റ് എടുക്കുകയാണ്. കോഴിക്കടയിൽ പോയി എടുത്തോണ്ട് വരും. കോഴിക്കടയിൽ പോയി എടുത്തോണ്ട് വരും. ചെറുതോണി പോയി. അല്ല, മറ്റേ ഹോട്ടൽ വേസ്റ്റ് അങ്ങനെ ഹോട്ടൽ വേസ്റ്റ് ഞാൻ ഉപയോഗിക്കുന്നില്ല. അത് മാത്രമേ ഉള്ളൂ. പിന്നെ കോഴി കൃഷി ഉണ്ടല്ലോ, അത് വിപണിയായിട്ടുണ്ടോ? അതോ ഇല്ല, അത് കുറച്ച് 10-60 ഉള്ളു. മുട്ടക്കോഴികളാണ്. അതെയല്ലേ. അപ്പൊ അതിന് സെപ്പറേറ്റ് ആയിട്ടൊരു കൂടുണ്ടാക്കി അതിനകത്ത് തന്നെ വളർത്തുന്ന രീതിയിലാണ് മുട്ടക്കോഴികൾ. അതിന്റെ വിപണി എങ്ങനെയാണ്? മുട്ട വിപണി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇല്ലാത്ത കുഴപ്പമുള്ളൂ. അതല്ല, ആവശ്യക്കാർ ഒരുപാടുണ്ട്. ഒത്തിരി ആവശ്യക്കാർ ഇവിടെ തന്നെ വീട്ടിൽ വന്ന് വീടുകളിൽ തന്നെ മേടിക്കുന്നുണ്ട്. ഇല്ലേ, 12 മണി കടയിലായിരുന്നു ഞാൻ കൊടുത്തോണ്ടിരുന്നത്. അപ്പൊ അങ്ങോട്ട് കൊടുക്കാനുള്ളത് ഇല്ല. ആ രീതിയിൽ വരുന്നുണ്ട്. ഏതിനും കോഴിയാണ് നമ്മുടെ BB 380 എന്ന് പറയുന്ന ഒരു ഇനം. അത് വർഷത്തിൽ 310 മുട്ട വരെ കിട്ടുന്നുണ്ട്. അപ്പൊ അതിനുള്ള തീറ്റ എങ്ങനെയാണ്? തീറ്റ നമ്മള് മേടിക്കുകയാണ്, പുറത്തുനിന്ന് മേടിക്കുക. അതിനുവേണ്ടിയുള്ള തീറ്റയുണ്ട്. അതും ഗോതമ്പ് കൂടി കൊടുക്കും. പശു ഏതിനാണ്? ജേഴ്സിയാണ്. 3 ജേഴ്സിയാണ്. പിന്നെ നമുക്ക് ഇഞ്ചി കൃഷിയുണ്ട്, മലയിഞ്ചി കൃഷി. മലയിഞ്ചിയുണ്ട്, 1 ഏക്കർ അടുത്ത് നട്ടിട്ടുണ്ട്. മലയിഞ്ചി അതിൻ്റെ ഒരു കൃഷിയുടെ രീതി എങ്ങനെയാണ്? കൃഷി എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ പണിയില്ല, പിന്നെ വലിയ ഇതില്ലാതെ ബുദ്ധിമുട്ടില്ലാതെ വലിയ വേറെ ഒന്നും പിടിക്കാത്ത സ്ഥലത്താണ് നമ്മൾ കൂടുതലും നട്ടിരിക്കുന്നത്. അതിന് മണ്ണ് വേണ്ട അല്ലേ. വളപ്രയോഗം എന്ന് പറഞ്ഞാൽ വർഷത്തിലൊരു കോഴിവളമോ അല്ലെങ്കിൽ ആട്ടിൻ്റെ അഷ്ടവും മേടിച്ച് ഇടും. പള്ള കിളക്കാതെ നോക്കുന്നു. 3 വർഷത്തിലോ 4 വർഷം കൂടുമ്പോൾ വിളവെടുത്താൽ മതി. അങ്ങനെയാണ് വിളവെടുക്കുന്നത്. നമ്മൾ എന്തെങ്കിലും പ്രോസസ് ചെയ്ത് വിൽക്കുകയാണ്? അതങ്ങനെ അല്ല, നമ്മൾ ഉണങ്ങി വിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിപണി നമുക്ക് ഇവിടെ അടുത്തുണ്ടോ? ഉണ്ട്, ഇവിടെ കടയിലെല്ലാം. അതിന് വില എങ്ങനെ വരുന്നു? കഴിഞ്ഞ മുമ്പിലത്തെ ഞാൻ കൊടുത്തിരുന്നത് 120 രൂപയ്ക്കായിരുന്നു. ഉണങ്ങി പറിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടോ? പറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ 4 വർഷം കഴിഞ്ഞ് പറിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് വീണ്ടും അടുത്ത ചുവട് നടും. അതിൻ്റെ ഒരു എടുത്ത് വീണ്ടും 4 വർഷം ആകുമ്പോൾ 3 വർഷം കഴിയുമ്പോൾ തൊട്ട് വിളവ് എടുക്കാം. നമുക്ക് വിപണിയുടെ വിലയൊക്കെ നോക്കിയിട്ട് നമുക്ക് സമയം കിട്ടുമ്പോൾ നമ്മൾ എടുക്കുന്നു. ഒന്ന് നട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു തവണ വളവിടാൻ വേണ്ടി പോയിട്ട് വർഷത്തിലൊന്ന് വളമിട്ട് കൊടുക്കുക. പിന്നെ വലിയ പള്ള കിളക്കാതെ, പള്ള വരികയല്ല, കാരണം ആദ്യത്തെ 1 വർഷം കഴിഞ്ഞാൽ പിന്നെ പള്ള കിളക്കൽ കുറവാണ്. ഇഞ്ചി കൃഷി ലാഭകരമാണോ? ഇപ്പം കുഴപ്പമില്ല, ഇപ്പം വിലയുണ്ട്. ഒരു സമയത്ത് തീരെ വിലയില്ലാതിരുന്നു. എന്നാൽ നമ്മൾ നിർത്തിയില്ല, നമ്മൾ കുറേശ്ശെ കൃഷി ചെയ്തുകൊണ്ടിരുന്നു. ഇവിടെ ഞാൻ ഓണ വിപണിയിൽ നമ്മുടെ കൃഷിഭവന് കുറച്ച് കൊടുക്കുകയത് നല്ല വില കിട്ടി. മഞ്ഞൾ നമ്മൾ ഉണങ്ങി പൊടിച്ച് വിൽക്കാനുള്ളത് ഉണങ്ങി കൊടുക്കും, അല്ലാത്തത് പൊടിച്ച് നമ്മുടെ വീട്ടാവശ്യത്തിനും.
വാഴക്കൃഷി ഏതൊക്കെ ഇനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ഏത്തവാഴയാണ് കൂടുതലും ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാലിപ്പൂവനുണ്ട്, റോസ്റ്റ. അപ്പോൾ അതിൻ്റെ ഒരു കൃഷി രീതി എങ്ങനെയാണ്? അത് എത്ര അകലത്തിലാണ് നടുന്നത്? അതൊരു 6 അടി അകലത്തിലാണ് വാഴ ഞാൻ നട്ടിരിക്കുക. ഈ എല്ലാ വാഴകളും ഒന്നിച്ചാണോ? അല്ലല്ല, ഓരോന്നും ഓരോ സ്ഥലത്ത് ഏത്തവാഴ മാത്രം അടുപ്പിച്ച് നട്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള സ്ഥലം എന്തെല്ലാം പാഴ് വരുന്ന സ്ഥലത്താണ് ബാക്കിയുള്ളത് ഓരോന്നോരോന്ന് റോസ്റ്റയും ഞാലിപ്പൂവിനൊക്കെ ഒരു തൊട്ട് ഇടാവുന്നിടത്തോ ഒക്കെ വെച്ച് വിടുന്നു. ഏത്തവാഴ നമ്മൾ ഈ ഓണവിപണി അങ്ങനെ നോക്കി അങ്ങനെ ചെയ്യുന്നില്ല. നമ്മുടെ സാഹചര്യം അനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഓണവിപണിയായിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വില കിട്ടിയാണ്. പറ്റിയില്ല, കാരണം നനയ്ക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രീ ആയിട്ടുള്ള സ്ഥലം ഇച്ചിരി മുകളിലാണ്. അവിടെ നനവ് നടക്കില്ല. നനയ്ക്കാനുള്ള ഒരു സൗകര്യം കൂടെ നോക്കിയാണ്, ഒരു സമയം നോക്കിയാണ് അപ്പോൾ കൃഷി ചെയ്യുന്നത്. ആട് കൃഷി ഉണ്ടല്ലേ? ആട് എത്ര എണ്ണം ഉണ്ട്? ആട് 4 ഉണ്ട്. ഉണ്ടായിരുന്നു, വിറ്റതാണ്. കൂടുതലുണ്ട്. സമയത്തല്ല, പിന്നെ നോട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട്. അത് ഏതിനാണ്? അത് മലബാറി ആയിരുന്നു. മലബാറിയാണ്. കറവയുള്ളതുണ്ടോ? അത് കറവയെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടാവശ്യത്തിന് മാത്രം. പിന്നെ ഉള്ളത് തേനീച്ചയാണ്. തേനീച്ച ചെറുതേനും ഉണ്ട്, വൻതേനും ഉണ്ട് അല്ലേ? നമ്മുടെ കുറേച്ചേ ഉള്ളൂ, അത് തുടങ്ങിയതുള്ളൂ ഞങ്ങള്. കുറേച്ചേ ഉള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് അതിനുള്ള പൂക്കളും ഉണ്ട്. ഈ ജാതി ഉള്ളതുകൊണ്ട്, ജാതിയും കൊട്ടോയും ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് കിട്ടുന്നുണ്ട്. അത് തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ ഈ കട്ടപ്പന ഒരു പുള്ളിയുടെ നിന്നാണ് മേടിച്ചത്. പെട്ടി ചെറുതേനും അവിടുന്ന്. ചെറുതേന് നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കി. കൊക്കോ കൃഷിയിൽ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ ഒന്ന് പറയാം. കൊക്കോയില് ഇപ്പോ മഴക്കാലത്ത് മുഴുവൻ പനിച്ചു പോക്കാണ്. അത് തുരിശടിച്ച മാറ്റിയെടുക്കാം. ഒരു 3 ട്രിപ്പിലും തുരിശടിച്ചുകൊണ്ടായിരിക്കുന്നത്. പിന്നെ ഇപ്പം ഏറ്റവും ഇതായിട്ട് വന്ന തേയിലക്കൊതുവാണ്. കൊക്കോ വലുതാകുന്നതിന് മുമ്പ് ഇത് വിരിഞ്ഞു വരുന്ന പൂവെന്ന് മൊട്ട് വിരിയുന്നത് ഇമാര് കുത്തി നീര് കുടിച്ചിട്ട് വളരെയല്ല, വളരാണ്ട് നിൽക്കും. അത് വ്യാപകമായിട്ട് ഈ മേഖല ഉണ്ട്. മൊത്തത്തില് പനിയുടെ പ്രശ്നം നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ തുരിശടിച്ച മാറ്റും. മറ്റേത് എൻഡോസൾഫാൻ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും മരുന്നടിച്ചാൽ അല്ലെങ്കിൽ ടാറ്റാമയുടെ അടിച്ചാൽ മാറ്റിയെടുക്കും. കൊക്കോയുടെ വിപണി എങ്ങനെയാണ് ഇവിടെ? വിപണി ഇവിടെ ടാൻബെറീസ് ഉണ്ട്, പിന്നെ ജിൽഫാം എന്നും പറഞ്ഞ പാൻറ്റ് പറയുന്നുണ്ട്. വേണേലും കൊടുക്കാനുണ്ട്. നമ്മൾ പച്ചയാണോ അതോ ഉണക്കിയാണോ? ഉണക്കി കൊടുക്കാൻ നമുക്ക് കുറച്ചുകൂടെ ഒരു വിലയുണ്ട്. അപ്പോൾ ഇത് ഉണക്കുന്ന പ്രോസസ്സ് എങ്ങനെയാണ്? പ്രോസസ്സ് നമ്മളൊരു പൊട്ടിച്ച് പിറ്റേ ദിവസം ചാർട്ട് കെട്ടി വെക്കും. 4-5 ദിവസം വെച്ച് കഴിഞ്ഞിട്ട് എടുത്ത് വെയിലത്തിട്ട് പെട്ടെന്ന് ഉണങ്ങാനായിട്ട്. പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും. ഒരു നിറം അല്ല പൊളിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഒരു നല്ല കൊക്കോയുടെ വില ഇപ്പോൾ വെച്ചിട്ട് നമുക്ക് ലാഭമാണ്. ഇപ്പം 300 രൂപ വിലയുണ്ട് ഉണട്ട് കൊട്ടോയ്ക്ക്. 95 രൂപ പച്ച കൊട്ടോയ്ക്ക് വില. അപ്പോൾ നമുക്ക് എല്ലാ ആഴ്ചയിലും ഒരു ചെറിയൊരു വരുമാനം ലാഭമാണ്. ഇതെല്ലാം ഉള്ളതുകൊണ്ട് കൃഷി എല്ലാം ചെയ്തു പോകുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ജാതി കൃഷി എങ്ങനെ പോകുന്നു? ജാതി കുഴപ്പമില്ലാണ്. ഇപ്പോൾ ഇടുക്കി ജില്ലയിൽ മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു പ്രദേശത്ത് കൂടുതലായിട്ട് ജാതി കൃഷി ഉണ്ട്. ജാതി കയറി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും ഒരു ജാതി കൃഷിയിലേക്ക് മാറാനുള്ളൊരു കാരണം ട്രേഡ് കുറവ്, പണി കുറവുണ്ട്. നമ്മൾ ജാതിയുടെ ബഡ് ചെയ്ത നമ്മൾ തന്നെ ചെയ്യുവാണോ അതോ? അല്ല, ഞാൻ പുറത്തുനിന്ന് ഒരാളെ വിളിച്ച് ചെയ്യും. ബഡ് തൈ വാങ്ങാൻ കിട്ടില്ലേ? അന്നേരം നല്ല ഇനം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ ഒരാളെ വിളിച്ച് ചെയ്യും. നമ്മുടെ മരത്തിൻ്റെ, നമുക്ക് അറിയാവുന്ന മരത്തിൻ്റെ എടുത്ത് അങ്ങനെ ചെയ്യാം. അന്നേരം പത്തിരി വലുതാണ്, കായും വലുതാണ്, ആവറേജ് കിട്ടുന്നുമുണ്ട്. ഈ ജാതി കൃഷി എന്നൊരു രീതി നടിയിൽ മുതലുള്ള ഒരു ഞാനിപ്പം ഈ വർഷം ചെയ്തതെന്ന് പറഞ്ഞാൽ കൂടത്തൈ ആട്ടിയിട്ട് ഒരു വർഷം അതിനകത്ത് വെച്ച് തന്നെ ബഡ് ചെയ്ത് നമ്മുടെ കമ്പെടുത്ത് ചെയ്തിട്ട് ബഡ് ചെയ്ത് പിടിച്ചിട്ട് പിറ്റേ വർഷം ബഡ് ചെയ്തു. പിറ്റേ വർഷം, അതായത് ഒരു വർഷം 2 വർഷം എടുത്ത് പോവാം നമ്മുടെ അതെല്ലാം പാലിച്ച് നട്ടു. അത് എത്ര അടി അകലം വെച്ചിട്ടാണ്? 40 അടി അകലത്തിലാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. 40 അടി അകലത്തിൽ ഒരു 3 അടി താത്തത്തിൽ കുഴിയെടുത്തിട്ട് അതിനകത്ത് ആദ്യം മണ്ണിട്ട് നിർത്തി, അത് കഴിഞ്ഞ് കുറച്ച് ചകിരി അടുക്കി, അത് കഴിഞ്ഞിട്ട് ചാണകവും എല്ലാം എല്ലുപൊടിയെല്ലാം ഇട്ടിട്ട്. ആദ്യം എടുക്കാൻ തുടങ്ങുമെങ്കിൽ എത്ര വർഷമാകും നട്ടതിന് ശേഷം? ബഡ് ചെയ്യാതെ ഒരു 4-ാം വർഷം തൊട്ട് പോയിട്ട് എടുക്കാൻ തുടങ്ങും. പിന്നെ ഒരു 8 വർഷം കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള ഫുള്ളായിട്ടുള്ള ആദായം കിട്ടുക. 4-ാം വർഷം പോലെ നമുക്ക് കിട്ടി തുടങ്ങും. അതിൻ്റെ പൂർണ്ണത്തിൽ എത്തണമെങ്കിൽ 8 വർഷം. അതിനൊരു വളപ്രയോഗം എങ്ങനെ വരും? വളപ്രയോഗം ഞാൻ ചെയ്യുന്ന മുഴുവൻ ഇപ്പോൾ ജൈവവളമായിട്ട് ചാണകപ്പൊടി എന്ന് പറഞ്ഞാൽ ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് സ്ലറി ഒഴിക്കും. പിന്നെ ചാരം ഇട്ടു, പൊട്ടാഷിന് വരാം. പിന്നെ ഈ മൈക്രോഫുട്ട് എന്നും പറഞ്ഞ ഒരു സാധനം അത് മേടിച്ചിടണം. അല്ലെങ്കിൽ ജാതിക്ക് വളം കിട്ടിയല്ല. അപ്പോൾ ഇത് വർഷത്തിൽ ഒരു തവണ മൈക്രോഫുട്ട് മാത്രം വർഷത്തിലൊരു തവണ ചെയ്യും. ബാക്കി സമയം കിട്ടുന്നതനുസരിച്ച് നമുക്ക് അവൈലബിൾ ആയതുകൊണ്ട് ഒരു 3-4 ട്രിപ്പ് വെച്ച് വർഷത്തിൽ ജൈവവളമായതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാം. നമ്മൾ വാഴയ്ക്ക് മാത്രമാണ് രാസവളം ഉപയോഗിക്കുന്നത്. അത് എത്ര തവണ ഉപയോഗിക്കാറുണ്ട്? അതൊരു മാസത്തിൽ ഒരു തവണ വെച്ച്.
വാഴയ്ക്ക് എന്തെങ്കിലും കേട് അങ്ങനെ ഉണ്ടാകുന്നുണ്ടോ? കേടുണ്ട്, കളയേ ഉള്ളൂ. ഈ പിണ്ടിപ്പുഴുവിൻ്റെ ഒക്കെ അങ്ങനെ പിണ്ടിപ്പുഴുവിൻ്റെ നല്ല വാഴ ഒരുക്കി നിർത്തി ട്രബിളി സോപ്പ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമുണ്ടായോ? ഒച്ചിൻ്റെ ഒക്കെ ശല്യമൊക്കെ ഉണ്ടാകാറുണ്ട്? ഇല്ല, ഇവിടെ ഒച്ചിൻ്റെ ശല്യം ഇല്ല. മണ്ണ് പരിശോധന നടത്താറുണ്ടോ? ഉണ്ട്, നമ്മൾ കൃഷിഭവനിൽ കൊടുത്ത് അവിടുന്ന് തന്നെ ചെയ്ത് തരും. हर जोखिम से निकल कर फसल आए, सुरक्षित हो जाए, फसल बीमा से हर किसान अब आत्मनिर्भर हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है। अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं, अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं, क्योंकि हमने लिया है प्रधानमंत्री फसल बीमा। बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा। योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान। अब आपकी है बारी। नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण। फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण। प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार। ഇങ്ങോട്ട് ഈ വന്യമൃഗങ്ങളുടെ ശല്യമൊക്കെ ഉണ്ടാകുന്നുണ്ട്? നമുക്ക് പന്നി ശല്യം കൂടുതലാണ്. പിന്നെ ഇപ്പം കുരങ്ങുണ്ട്. കുരങ്ങ എനിക്ക് അപ്പുറത്തെ പറമ്പിലെ കൊക്കോ മുഴുവൻ പറിച്ച് കളയോ. അതുകൊണ്ട് അവിടുത്തെ കൊക്കോ നിർത്തിയിട്ട് റാപ്പി നട്ടു. റാപ്പിയിലൂടെ വലിയ ശല്യം ഉണ്ടായിട്ടില്ല. അത് പറിക്കുന്നതിന് മുമ്പേ നമ്മൾ പറിച്ചുകൊണ്ട് ഓരോരോ മഞ്ഞ കളർ വീഴുമ്പോഴേനും പറിക്കുവാണ്. മ്ലാവ് ഇറങ്ങിയിട്ടുണ്ട്. മ്ലാവ്, കേഴ അങ്ങനെയുള്ള ശല്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമുക്ക് പഴവർഗ്ഗങ്ങളുടെ കൃഷി ഉണ്ടെന്ന് പറയാം, അതേതൊക്കെയാണെന്ന്? നമുക്ക് റംബൂട്ടാനുണ്ട്, പിന്നെ മൺറോസ്റ്റിന്, പുലാസാന്, അങ്ങനെ. ഇപ്പോൾ എത്ര വർഷമായി അതിൻ്റെ? 4 വർഷമായി. 4 വർഷമായി. റംബൂട്ടാനൊക്കെ പൂട്ട് തുടങ്ങി. സ്പൈസസ് ബോർഡിൽ നിന്നോ അല്ലെങ്കിൽ കൃഷിഭവനിൽ നിന്നൊക്കെ ആവശ്യത്തിനുള്ള ഒരു നിർദ്ദേശങ്ങൾ കിട്ടുന്നുണ്ട്? എങ്ങനെ ചെയ്യണം കിട്ടാറുണ്ട്. നമുക്ക് ഇപ്പോഴത്തെ കൃഷി ഓഫീസറാണെങ്കിൽ നമ്മൾ വിളിച്ചാൽ എന്തെല്ലാം പറഞ്ഞാൽ അന്നേരം തന്നെ എന്തെല്ലാം ഉണ്ടാവും. അതിൽ കോപ്പി ബോർഡിൽ നിന്നാണെങ്കിലും നല്ല സഹായം കിട്ടുന്നുണ്ട് എനിക്ക്. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ ഞാനും വൈഫും 3 പിള്ളേരുമാണ് ഉള്ളത്. മൂത്തവൻ പഠിത്തം കഴിഞ്ഞിട്ട് പുറത്തു പോയി. രണ്ടാമത്തവൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കുന്നു. മൂന്നാമത്തവന് 10th ക്ലാസ്സിൽ പഠിക്കുന്നു. മരിയാപുരത്തെ ഷാജി ജേക്കബ് എരപ്പുഴിക്കര എന്ന സമ്മിശ്ര കർഷകനാണ് ഇത്ര നേരം നമ്മളുമായിട്ട് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവച്ചത്. ഇത്രയും സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിനും അദ്ദേഹത്തിന് കിസാൻ വാണിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഒപ്പം കാർഷിക മേഖലയിൽ ഇനിയും പുതിയ പരീക്ഷണങ്ങൾ നടത്താനും അഭിവൃദ്ധി ഉണ്ടാക്കാനും അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇടുക്കി മരിയാപുരത്തെ സമ്മിശ്ര കർഷകനായ ശ്രീ ഷാജി ജേക്കബുമായി ഇതുവരെ സംസാരിച്ചത് പി അർജുൻദാസ്. കേന്ദ്ര സർക്കാരിന്റെ വികസിത് ഭാരത് സങ്കല്പ് യാത്ര ഇടുക്കി ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടുക്കി ജില്ലാ ലീഡ് ബാങ്ക് മാനേജർ ശ്രീ ജോസ് ജോർജ് ഇതേക്കുറിച്ച് സംസാരിക്കുന്നു. വികസിത് ഭാരത് സങ്കല്പ് യാത്ര, ഈ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ജനോപകാരപ്രദമായ ക്ഷേമ പദ്ധതികൾ കൂടുതലായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യാത്രയാണ്. ഇത് ഇന്ത്യയിലുടനീളം എല്ലാ സംസ്ഥാനങ്ങളിലുമായിട്ട് നവംബർ 15 ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. എല്ലാ ജില്ലകളിലൂടെയും ഈ യാത്ര കടന്നു പോകും. ഓരോ ജില്ലകളിലും അതായത് ജില്ലകളിലുള്ള ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പൽ ഏരിയയിലും ഈ യാത്ര കടന്നു പോകുന്നതാണ്. കേരളത്തിൽ പാലക്കാട് ജില്ലയിലാണ് നവംബർ 15 ഈ യാത്ര ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. തുടർന്ന് അടുത്തുള്ള കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ മറ്റു ജില്ലകളിൽ ഈ യാത്ര ഉദ്ഘാടനം ചെയ്യപ്പെടുകയുണ്ടായി. ഇടുക്കി ജില്ലയിൽ ഡിസംബർ 4 കോടിക്കുളത്ത് നിന്നാണ് ഈ യാത്ര ആരംഭിച്ചത്. നവംബർ 24 പുറപ്പുഴ പഞ്ചായത്തിൽ നിന്ന് പുറപ്പെടുവാനാണ് ഉദ്ദേശിച്ചിരുന്നതെങ്കിലും ചില സാങ്കേതിക തടസ്സങ്ങളാൽ ഡിസംബർ 4 മാത്രമേ ഈ യാത്ര തുടങ്ങുവാൻ കഴിഞ്ഞുള്ളൂ. കോടിക്കുളം പഞ്ചായത്തിന് ശേഷം പിന്നീട് ഓരോ ദിവസവും ഓരോരോ പഞ്ചായത്തുകളിലായിട്ട്, ചില ദിവസങ്ങളിൽ 2 പഞ്ചായത്തുകളിലുമായിട്ട് ഈ യാത്ര പുരോഗമിക്കുകയാണ്. വളരെ നല്ല രീതിയിലാണ് ഈ യാത്ര മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതോടകം 18 പഞ്ചായത്തുകളിലെ യാത്ര അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു.
ഇനി അടുത്ത പഞ്ചായത്തിലേക്ക് കടക്കുന്നതാണ്. നമ്മളിപ്പോൾ ദേശം ബ്ലോക്കിൽ നിന്നാണ് തുടങ്ങിയത്. അതിനുശേഷം ഇടുക്കി ബ്ലോക്കിൽ കടന്ന് അവിടുത്തെ എല്ലാ പഞ്ചായത്തും കഴിഞ്ഞു. പിന്നെ അടിമാലി ബ്ലോക്കിൽ കടന്ന് അവിടുത്തെ എല്ലാ പഞ്ചായത്തും കഴിഞ്ഞു. ഇപ്പോൾ ദേവികുളം ബ്ലോക്കിലേക്ക് കടന്നിരിക്കുകയാണ്. അടുത്തത് ഇനി നമ്മൾ ഉദ്ദേശിക്കുന്നത് നെടുങ്കണ്ടം ബ്ലോക്കും കട്ടപ്പന ബ്ലോക്കും അഴുത തൊടുപുഴ ഈ ബ്ലോക്കുകളിലുള്ള പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ഈ യാത്ര തുടരുന്നതാണ്. ഈ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ പദ്ധതികളിലെ ജനങ്ങളെ കൂടുതൽ ആൾക്കാരെ ഇതിൻ്റെ ഗുണഭോക്താക്കളാക്കുകയാണ്. ഗവൺമെൻറ്റിൻ്റെ നിരവധി ക്ഷേമ പദ്ധതികളാണ് ഗവൺമെൻറ് കഴിഞ്ഞ 9.5 കൊല്ലമായിട്ട് ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. വിവിധ പദ്ധതികളുണ്ട്. ഉദാഹരണത്തിന് PMSBY പ്രൈം മിനിസ്റ്റർ സുരക്ഷാ ബീമ യോജന, PMJJBY പ്രൈം മിനിസ്റ്റർ ജീവൻ ജ്യോതി ബീമ യോജന, പിന്നെ അടൽ പെൻഷൻ യോജനയുണ്ട്, സുകന്യ സമൃദ്ധി, മുദ്രാ ലോണുകൾ, ആയുഷ്മാൻ ഭാരത്, PM കിസാൻ സമ്മാൻ, അങ്ങനെ നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുവഴി ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക. ഈ പദ്ധതികൾ മാത്രമല്ല, ഇത് മറ്റ് കുറേ പദ്ധതികൾ കൂടി ഉണ്ട്. ഈ പദ്ധതികളുടെ ഗുണഭോക്താക്കളായിട്ട് ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടുവരിക, അതാണ് ഈ പദ്ധതികളുടെ ഉദ്ദേശം. അപ്പോൾ ഈ യാത്ര വഴിക്ക് കൂടുതൽ ആൾക്കാരിൽ ഈ പദ്ധതികളെക്കുറിച്ച് അവബോധം സൃഷ്ടിച്ചെടുക്കുക. ഈ അടുത്ത കാലത്തെല്ലാം പ്രധാനമന്ത്രി ഊന്നി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് 2047 ഇന്ത്യയെ വികസിത ഭാരതമാക്കുക. അതാണ് പ്രധാന ഉദ്ദേശം. അപ്പോൾ ആ ഉദ്ദേശത്തിലേക്ക് നമ്മൾ ഇനിയും കുറേയേറെ മുന്നേറേണ്ടതുണ്ട്. ക്ഷേമ പദ്ധതികളിലൂടെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പദ്ധതികളുടെ ഉദ്ദേശവും അത് തന്നെയാണ്. ഉദാഹരണത്തിന് PMSBY എന്ന് പറഞ്ഞാൽ അതൊരു ഇൻഷുറൻസ് സ്കീം. അടൽ പെൻഷൻ യോജന എന്ന് പറഞ്ഞാൽ 60 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർക്ക് കൃത്യമായൊരു പെൻഷൻ കിട്ടുക. അതുപോലെ കുടിവെള്ള പദ്ധതിയുണ്ട്, ജൽജീവൻ മിഷൻ, അതുപോലെ ഹർഘർ, എല്ലാ ആൾക്കാർക്കും ഒരു ഭവനം എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കുക. അങ്ങനെ ഇന്ത്യയിലുള്ള എല്ലാ ജനവിഭാഗങ്ങളെയും കണ്ടുകൊണ്ടാണ് ഈ പദ്ധതികളെല്ലാം രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഓരോ പദ്ധതികളിൽ കൂടെയും കൂടുതൽ ആളുകളിലേക്ക് അതിൻ്റെ ഗുണം എത്തിക്കുക. പക്ഷേ ഇത്രയും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഈ പദ്ധതികളെല്ലാം രൂപപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇനിയും പല ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചുള്ള ധാരണ മുഴുവനായിട്ട് രൂപപ്പെട്ടിട്ടില്ല ആൾക്കാരുടെ ഇടയിൽ. അപ്പോൾ അതിന് ബാങ്കുകളും മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും മറ്റ് സംഘടനകളൊക്കെ ഒത്തൊരുമിച്ചാൽ മാത്രമേ ഈ ഉദ്ദേശം പൂർണ്ണമായിട്ടും നടപ്പിലാവാൻ പറ്റുകയുള്ളൂ. അതിനാണ് ഇത്തരം യാത്ര വഴി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റിക്കാണ് ഈ യാത്രയുടെ ചുമതല കൊടുത്തിരിക്കുന്നത്. ഓരോ ജില്ലയിലും ലീഡ് ബാങ്കിൻ്റെ നേതൃത്വത്തിൽ മറ്റ് ബാങ്കുകളെയും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലും പ്രധാനമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളെയൊക്കെ ഒന്നിപ്പിച്ച് ഈ മീറ്റിങ്ങുകളിലൊക്കെ എല്ലാവരും എത്തുകയും അവരുടെ പ്രതിനിധികൾ എത്തുകയും അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സ്കീമിനെ കുറിച്ച് വിശദീകരിക്കുകയും കൂടുതൽ ആൾക്കാരെ അതിൽ ചേർക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ഇതാണ് ഈ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സഹകരണത്തിൻ ബലത്തിൽ വികാസത്തിനു ചുവട് വയ്ക്കാം. ജനകോടിയിൽ ഈ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം. നാം ഒത്തുചേർന്ന വികാസത്തിനെ പതാക പറത്തിടാം. സഹകരണം നമ്മുടെ വികാസത്തിൻ പ്രതീകം. കൃഷി മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ. ഭയ്യാ